അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. തൊപ്പി ഗ്യാങ്ങിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി. ഇപ്പൊ എന്താ പറഞ്ഞ? അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയുടെ പരാതിയിലാണ് DGP റവാണ ചന്ദ്രശേഖർ ഉത്തരവിട്ടിരിക്കുന്നത്. കേരള സംസ്ഥാന സൈബർ ഓപ്പറേഷൻസ് പോലീസ് സൂപ്രണ്ട് ഈ വിഷയം അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. പോക്സോ കേസ്, നാർക്കോട്ടിക്, MDMA ഉപയോഗം, മാനസിക കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ? ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രചരണം, സൈബർ കുറ്റകൃത്യങ്ങൾ, അങ്ങനെ ഒരു പിടി ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾ കൂടിയാണ് തൊപ്പി. ഇയാൾ സമൂഹത്തിന് വലിയൊരു മെനസാണ് എന്ന തരത്തിലുള്ള ആരോപണമൊക്കെ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ ഇതടക്കം അന്വേഷിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. കുറച്ച് ദിവസമായി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ ഒരു പോര് തന്നെ നടക്കുകയാണ്. പ്രത്യേകിച്ച് തൊപ്പിയും അതോടൊപ്പം തന്നെ തൊപ്പിക്ക് ഒപ്പം ഉണ്ടായിരുന്ന അവർ ഒരു 3-4 ഫ്രണ്ട്സ് കൂടിയാണ് ഈ സ്ട്രീമിംഗ് നടത്തുന്നത്. അതിൽ മമ്മു എന്ന് പറയുന്ന തൊപ്പിയുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, 2-3 പേരുണ്ട്. എന്നെ മാത്രമല്ല, നിങ്ങളെ രണ്ടുപേരെ അറിയാവുന്ന. അപ്പോൾ ഇവരാണ് പെട്ടെന്ന് തൊപ്പിയുമായി അടിച്ചു പിരിയുകയും പിന്നീട് അവർ സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലിലൂടെ വന്നിട്ട് തൊപ്പിക്കെതിരെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതിൽ പറയുന്നത് പ്രകാരം തൊപ്പി വീട്ടിൽ ലഹരി ഉപയോഗിക്കും, തങ്ങളുടെ വീട്ടിലൊക്കെ തൊപ്പി ലഹരി കടത്താറുണ്ട്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഒപ്പം തങ്ങളെയൊക്കെ വലിയ രീതിയിൽ ഉപദ്രവിക്കും. തൊപ്പി പണം നൽകില്ല, തൊപ്പിയുടെ അടിവസ്ത്രം പോലും ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കും. മുഖത്തൊക്കെ തൊപ്പി അടിക്കും. ഒപ്പം സ്ത്രീകൾക്ക് പല സ്ത്രീകളെയും ആവശ്യപ്പെട്ടതിന് ശേഷം അവർക്ക് പണം കൊടുത്ത് ഒതുക്കുന്ന രീതിയിലേക്കൊക്കെ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇതെന്റെ ഒരു നമ്പറാ. അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഒക്കെ തൊപ്പി ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെയാണ് ഈ തൊപ്പിയുടെ സുഹൃത്തുക്കൾ ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ഉത്തരവ് ശ്രീജിത്ത് പെരുമന നൽകിയ പരാതിയിൽ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഞാൻ വരട്ടെ, എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.